ഉല്പത്തിപ്പുസ്തകം അദ്ധ്യായം 10. നോഹയുടെ പുത്രന്മാരുടെ വംശപാരമ്പര്യം. നോഹയുടെ പുത്രന്മാരായ ശേം, ഹാം, യാഫേത്ത് എന്നിവരുടെ വംശാവലി. ജലപ്രളയത്തിന് ശേഷം അവർക്ക് പുത്രന്മാർ ജനിച്ചു. യാഫേത്തിന്റെ പുത്രന്മാർ ഗോമെർ, മാഗോഗ്, മാദായി, യാവാൻ, തൂബൽ, മേശക്, തീരാസ്. ഗോമേരിന്റെ പുത്രന്മാർ അശ്കേനസ്, രീഫത്ത്, തോഗർമ്മ. യാവാന്റെ പുത്രന്മാർ ഏലീശാ, തർശീശ്, കിത്തീം, ദോദാനീം. ഇവരുടെ സന്തതികളാണ് കടലോരത്തും ദ്വീപുകളിലുമുള്ള ജനങ്ങൾ. അവർ താന്താങ്ങളുടെ ദേശങ്ങളിൽ വെവ്വേറെ ഭാഷകൾ സംസാരിച്ച് വെവ്വേറെ ഗോത്രങ്ങളും ജനതകളുമായി കുടുംബമായി പാർത്തുവരുന്നു. ഹാമിന്റെ പുത്രന്മാർ കൂശ്, മിസ്രയീം, പൂത്ത്, കനാൻ. കൂശിന്റെ പുത്രന്മാർ സെബാ, ഹവീല, സപ്ത, രാമ, സപ്തെക്ക. രാമായുടെ പുത്രന്മാർ ശെബയും ദേദാനും. കൂശ് നിമ്രോദിനെ ജനിപ്പിച്ചു. അവൻ ഭൂമിയിൽ ആദ്യ വീരനായിരുന്നു. അവൻ യഹോവയുടെ മുൻപാകെ നായാട്ടുവീരനായിരുന്നു. അതുകൊണ്ട് യഹോവയുടെ മുൻപാകെ നിമ്രോദിനെപ്പോലെ നായാട്ടുവീരൻ എന്ന് പഴഞ്ചൊല്ലുണ്ടായി. ആരംഭത്തിൽ അവന്റെ രാജ്യം ശിനാർ ദേശത്ത് ബാബേൽ, ഏരെക്ക്, അക്കാദ്, കൽനെ എന്നിവയായിരുന്നു. ആ ദേശത്തുനിന്ന് നിമ്രോദ് അശ്ശൂരിലേക്ക് പുറപ്പെട്ടു. നിനവെ, രഹോബോത്ത്, ഇർ, കാലഹ്. നിനവേക്കും കാലഹിനും മദ്ധ്യേ മഹാനഗരമായ രേസെൻ എന്നിവ പണിതു. മിസ്രയീമോ ലൂദീം, അനാമീം, ലെഹാബീം, നഫ്തൂഹീം, പത്രൂസീം, കസ്ലൂഹീം എന്നിവരെ ജനിപ്പിച്ചു. ഇവരിൽ നിന്ന് ഫെലിസ്ത്യരും കഫ്തോരീമും ഉദ്ഭവിച്ചു. കനാൻ തന്റെ ആദ്യജാതനായ സീദോൻ, ഹേത്ത്, യെബൂസ്യൻ, അമോര്യൻ, ഗിർഗശ്യൻ, ഹിവ്യൻ, അർക്യൻ, സീന്യൻ, അർവാദ്യൻ, സെമാര്യൻ, ഹമാത്യൻ എന്നിവരെ ജനിപ്പിച്ചു. പിന്നീട് കനാന്യരുടെ കുടുംബങ്ങൾ പരന്നു. കനാന്യരുടെ അതിർ സീദോൻ തുടങ്ങി ഗെരാരിലേക്ക് പോകുന്ന വഴിയായി ഗസ്സ വരെയും സോദോമിലേക്കും ഗോമോരയിലേക്കും ആദ്മയിലേക്കും സെബോയീമിലേക്കും പോകുന്ന വഴിയായി ലാശ വരെയും ആയിരുന്നു. അവരവരുടെ ദേശത്തിലും അവരവരുടെ രാജ്യത്തിലും അതത് കുടുംബം കുടുംബമായും ഭാഷ ഭാഷയായും ഇവരായിരുന്നു ഹാമിന്റെ പുത്രന്മാർ. യാഫേത്തിന്റെ ജ്യേഷ്ഠനും ഏബെരിന്റെ സന്തതികൾക്കെല്ലാം പിതാവുമായ ശേമിനും മക്കൾ ജനിച്ചു. ശേമിന്റെ പുത്രന്മാർ ഏലാം, അശൂർ, അർപ്പക്ഷാദ്, ലൂദ്, അരാം. അരാമിന്റെ പുത്രന്മാർ ഊസ്, ഹൂൾ, ഗേദർ, മശ്. അർപ്പക്ഷാദ് ശാലഹിനെ ജനിപ്പിച്ചു. ശാലഹ് ഏബെരിനെ ജനിപ്പിച്ചു. ഏബെരിന് 2 പുത്രന്മാർ ജനിച്ചു. ഒരുവന് പേലഗ് എന്നു പേർ. അവന്റെ കാലത്തായിരുന്നു ഭൂവാസികൾ പിരിഞ്ഞുപോയത്. അവന്റെ സഹോദരന് യൊക്താൻ എന്നു പേർ. യൊക്താന്റെ പുത്രൻ അൽമോദാദ്, ശാലഫ്, ഹസർമാവത്ത്, യാരഹ്, ഹദോരാം, ഊസാൽ, ദിക്ല, ഓബാൽ, അബീമായേൽ, ശെബ, ഓഫീർ, ഹവീല, യോബാബ് എന്നിവരെ ജനിപ്പിച്ചു. ഇവർ എല്ലാവരും യൊക്താന്റെ പുത്രന്മാർ ആയിരുന്നു. അവരുടെ വാസസ്ഥലം മേശ തുടങ്ങി കിഴക്കൻ മലയായ സേഫാർ വരെയായിരുന്നു. ഇതാണ് ദേശവും ഭാഷയും കുലവുമനുസരിച്ച് ശേമിന്റെ സന്തതി പരമ്പര. ദേശവും തലമുറയും അനുസരിച്ച് നോഹയുടെ മക്കളുടെ കുടുംബ ചരിത്രമാണിത്. ഇവരിൽ നിന്നാണ് ജലപ്രളയത്തിന് ശേഷം ജനതകൾ ഭൂമിയിലാകെ വ്യാപിച്ചത്.